Hello friends, welcome back to yet another video of LearnWise online learning platform. എൻ്റെ പേര് ദേവസാഗർ. BPSC 105 എന്ന കോഡുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ യൂണിറ്റ് നമ്പർ 1 പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. നേച്ചർ, സ്കോപ്പ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പോസ്റ്റ് ബിഹേവിയറലിസം. എന്താണ് പോസ്റ്റ് ബിഹേവിയറലിസം? അത് ബിഹേവിയറലിസത്തിന് 1950s ബിഹേവിയറലിസം വരുന്നത്. ഡേവിഡ് ഈസ്റ്റൺ ആണ് മേജർ പ്രൊപ്പോൺ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 1970s ഒക്കെ ആകുമ്പോഴാണ് പോസ്റ്റ് ബിഹേവിയറലിസം വരുന്നത്. അതിന്റെ ഒരു മേജർ പ്രൊപ്പോണന്റും നമ്മുടെ ഡേവിഡ് ഈസ്റ്റൺ തന്നെയാണ്. ഈ ബിഹേവിയറലിസം എന്ന് പറയുന്നത് അതൊരു പ്യുവർലി സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. അതില് വാല്യൂസ്, നോംസ്, മോറൽസ്, മൊറാലിറ്റീസ് അതിനൊന്നും ഒരു സ്ഥാനമില്ലായിരുന്നു. പ്യുവർ സയൻസ് ആയിരുന്നു. ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിനെ പ്യുവർ സയൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത ഒരു അപ്രോച്ച് ആയിരുന്നു നമ്മുടെ ബിഹേവിയറലിസം എന്ന് പറയുന്നത്. അതിനുശേഷം വന്നതാണ് ഈ പോസ്റ്റ് ബിഹേവിയറലിസം. ഈ പോസ്റ്റ് ബിഹേവിയറലിസത്തില് ഇവിടെ ഈ ഒരു അപ്രോച്ചില് വാല്യൂസ് ആയാലും അതുപോലെ തന്നെ സയൻസ് ആയാലും ഒരേ രീതിയിൽ പാരലലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഈ ഒരു രണ്ട് സ്ട്രീമും തമ്മിലുള്ള വ്യത്യാസം. ബിഹേവിയറലിസം വാസ് സ്ട്രിക്ട്ലി അഡ്ഹിയർഡ് ടു സയൻസ് ആൻഡ് റിജക്റ്റഡ് വാല്യൂസ് ആൻഡ് നോംസ്, ട്രീറ്റഡ് പൊളിറ്റിക്സ് ആസ് എ മിയർ സയൻസ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ, they realized their mistake and found that values are also important. ഈ ബിഹേവിയറലിസ്റ്റിന് മിസ്റ്റേക്ക് മനസ്സിലായി, അതായത് വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ഒരു സോഷ്യൽ ഫിനോമിനാസിനെ ഒന്നും പ്യൂർലി സയൻസ് ആയിട്ട് മാത്രം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ വാല്യൂസ്, നോംസ് അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഐഡിയാസ്, നമ്മുടെ ജോൺ റോൾസിനെ പോലെയുള്ള വെയിൽ ഓഫ് ഇഗ്നോറൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ ജസ്റ്റിസ് ആസ് ഫെയർനെസ്, അതിലെ വെയിൽ ഓഫ് ഇഗ്നോറൻസ് പോലെയുള്ള ഐഡിയാസും തിയറീസും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ സോഷ്യൽ സയൻസിന് ഒരു എന്താണ് പറയാ നമ്മുടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മാത്രമേ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മിയർലി സയൻസ് ആയിട്ട് നമുക്ക് ഒരിക്കലും പൊളിറ്റിക്കൽ സയൻസിനെ മാറ്റാൻ പറ്റത്തില്ല. അതോടുകൂടി തന്നെ എന്താണ് വാല്യൂസിനും ഈ ഒരു മോറൽസിനും ഐഡിയാസിനും ഒക്കെ പൊളിറ്റിക്കൽ സയൻസിൽ സ്ഥാനമുണ്ട്. ഈസ്റ്റേൺ ഔട്ട്ലൈൻ ദ ക്രെഡ് ഓഫ് റിലവൻസ് വിത്ത് ഫോളോയിങ് 7 key points which became the hallmark of പോസ്റ്റ് ബിഹേവിയറൽ മൂവ്മെന്റ്. അതായത് ഡേവിഡ് ഈസ്റ്റൺ ഒരു ക്രെഡ് ഓഫ് റിലവൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു പോസ്റ്റ് ബിഹേവിയറലിസത്തിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് തന്നെ ആക്ഷൻ ആൻഡ് റിലവൻസ് ആണ്. അതായത് മിയർലി ഒരു സയന്റിഫിക് അപ്രോച്ച് മാത്രമല്ലാതെ ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള തിയറീസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ് ബിഹേവിയറലിസത്തിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടംപററി ഇഷ്യൂസ് എന്തൊക്കെയാണോ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായിരിക്കണം ഈ ഒരു സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ഉദ്ദേശം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോസ്റ്റ് ബിഹേവിയറലിസം വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു 7 points കൊടുത്തിട്ടുണ്ട്. ആ 7 points നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സബ്സ്റ്റൻസ് മസ്റ്റ് ഡൊമിനേറ്റ് ഓവർ ദ ടെക്നിക്സ്. സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇഷ്യൂസ്, കണ്ടംപററി ഇഷ്യൂസ് ആയിരിക്കണം മെയിൻ ആയിട്ട് റിസർച്ച് സ്കോളേഴ്സിന്റെ മുന്നിലെ വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്. ആ ഒരു പ്രോബ്ലംസ് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു കൺസേൺ ആയിരിക്കണം ആദ്യം വരേണ്ടത്. അല്ലാതെ ഓവറായിട്ട് ടെക്നിക്കിനെ പറ്റി ആലോചിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം അവിടുത്തെ മാറ്റർ എന്താണോ അതിനായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ സയൻസ് റിസർച്ച് ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ ചേഞ്ച് വാട്ട് സൊസൈറ്റി നീഡ്സ് ടു സോൾവ് റീസെന്റ് ഇഷ്യൂസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പോയിന്റിനോട് ചേർന്ന് നിൽക്കുന്ന പോയിന്റാണ് രണ്ടാമത്തത്. പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ പൊളിറ്റിക്കൽ സയൻസ് റിസർച്ച് ഉപയോഗിക്കേണ്ടത്. അതിന്റെ മെയിൻ ഏരിയ, മെയിൻ എയിം ഓഫ് ഏരിയ അതായിരിക്കണം. അവോയ്ഡ് കോംപ്ലക്സ് മെത്തേഡ്സ് ആൻഡ് പ്രയോറിറ്റൈസ് ഹ്യൂമൻ നീഡ്സ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡൊക്കെ ഉപേക്ഷിക്കുക, സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ നീഡ്സ് മീറ്റ് ചെയ്യാൻ സഹായിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കുക. ഇതൊക്കെ ആയിരിക്കണം ഈ സോഷ്യൽ റിസർച്ചിന്റെ മെയിൻ എയിം, മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സയൻസിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ഒരു കാര്യമല്ല സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ സയൻസിൽ പുതിയ പുതിയ തിയറീസും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനാണ്? സോഷ്യൽ പ്രോബ്ലംസ് മിറ്റിഗേറ്റ് ചെയ്യാനാണ്, അത് ഇല്ലാതാക്കാനാണ്, ഹ്യൂമൻ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പുറത്തു പോയി നോക്കാം. ഷുഡ് ഗിവ് അ വാല്യൂ ന്യൂട്രലിസം. അതായത് ബിഹേവിയറലിസം എന്ന് പറയുന്നത് വാല്യൂ ന്യൂട്രലിസം ആയിരുന്നു. വാല്യൂവിന്
അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വാല്യൂ, നോംസ്, ഐഡിയാസ്, മോറൽസ്, അതിനൊന്നും അവിടെ ഒരു സ്ഥാനം ഇല്ലായിരുന്നു. അപ്പം ആ ഒരു വാല്യൂ ന്യൂട്രലിസം ഒഴിവാക്കണമെന്നാണ് പോസ്റ്റ് ബിഹേവിയറലിസം പറയുന്നത്. ദ റോൾ ഓഫ് ഇന്റലക്ച്വൽസ് ഈസ് ടു പ്രൊമോട്ട് ദ ഹ്യൂമൻ വാല്യൂസ് ഓഫ് സിവിലൈസേഷൻ. റിസർച്ച് സ്കോളേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊമോട്ട് ഹ്യൂമൻ വാല്യൂസ് ഓഫ് സിവിലൈസേഷൻ, ജസ്റ്റിസ്, ഫ്രീഡം, ഡിഗ്നിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യണം. പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഷുഡ് ബി ദ ഏജന്റ് ഓഫ് എ സോഷ്യൽ ചേഞ്ച്. മിയർലി ഒരു സിമിലാരിറ്റി ഡിസിമിലാരിറ്റി കണ്ടുപിടിക്കാൻ മാത്രം അല്ല വേണ്ടത്. പൊളിറ്റിക്കൽ സയന്റിസ്റ്റിന്റെ മെയിൻ അജണ്ട അല്ലെങ്കിൽ അവർ ആരായിരിക്കണം? ദേ ഷുഡ് ബി ദ ഏജന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എന്തെങ്കിലും സോഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ നവീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കണം സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്, സോഷ്യൽ സയൻസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊഫഷണൽ പൊളിറ്റിസൈസേഷൻ. ഈ ഒരു 7 ക്രെഡ് ഓഫ് റിലവൻസിനെ പറ്റിയാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. ദ 1970s ആൻഡ് ചാലഞ്ചസ് ടു ഡെവലപ്മെന്റലിസം. അപ്പം അടുത്ത സെക്ഷനിൽ ഫേസിൽ പറയുന്നത് 1970s കാലമാണ് ചാലഞ്ചസ് ടു ഡെവലപ്മെന്റലിസം. ഡെവലപ്മെന്റലിസം എന്ന് പറയുന്നത് മെയിൻലി ഒരു ക്യാപിറ്റലിസ്റ്റ് ഐഡിയ ആണ്. ഈ എക്കണോമിക് ഡെവലപ്മെന്റിലൂടെ മോഡേണൈസ് ചെയ്യുക, കൺട്രീസിനെ മോഡേണൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അത്. അത് മെയിൻലി ഒരു യൂറോസെൻട്രിക് ആയിട്ടുള്ള ഐഡിയ ആണ്. ഡെവലപ്മെന്റലിസം ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ആസ് യൂറോസെൻട്രിക് ആണെന്നുള്ള രീതിയിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. Developmentalism was a form of European modernization, injecting on other countries by undermining the traditions of Eastern countries. അതായത് ഡെവലപ്മെന്റലിസം എന്ന് പറയുന്നത് അതൊരു ഇൻജെക്ട് ചെയ്യാണ്, യൂറോപ്യൻ മോഡേണൈസേഷൻ ഇൻജെക്ട് ചെയ്യാണ് ബാക്കിയുള്ള എല്ലാ ഈസ്റ്റേൺ കൺട്രീസിൽ, ഏഷ്യയിലായാലും അമേരിക്കയിലായാലും അവരുടെ ഒരു പാത്ത്, അതുപോലെ തന്നെ ആ ഒരു പാത്ത് തന്നെ ബാക്കി എല്ലാ കൺട്രീസും ഡെവലപ്പ് ആവണമെന്നുള്ള അവരുടെ ഒരു പിടിവാശി പോലെയാണ് ഈ ഡെവലപ്മെന്റലിസം എന്ന് പറയുന്നത്. അതാണ് മോഡേണൈസേഷൻ ഒക്കെ വരുന്നത്. അതിനെതിരായിട്ട് ഡിപ്പെൻഡൻസി തിയറി വരുന്നത്. നമ്മൾ അടുത്ത വരുന്ന യൂണിറ്റിൽ പൊളിറ്റിക്കൽ എക്കണോമിക് അപ്രോച്ച് പഠിക്കും. 2 main challenges to developmentalism which arose in early 1970s were corporatism and dependency. ഈ ഒരു 2 ഐഡിയ മെയിൻ സ്ട്രീം ഐഡിയാസ് ആണ് ഇതിന് ചാലഞ്ച് ആയിട്ട് വന്നത്. അതിൽ ഡിപ്പെൻഡൻസിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. കോർപ്പറേറ്റേഴ്സിനെ പറ്റി ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് A.J. ഫ്രാങ്കിന്റെ ഡിപ്പെൻഡൻസി തിയറിനെ പറ്റിയൊക്കെ നമ്മൾ വരുന്ന യൂണിറ്റിൽ പഠിക്കും. അതിൽ മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഡിപ്പെൻഡൻസി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റെസ്റ്റ് ഓഫ് ദ വേൾഡ് അഥവാ തേർഡ് വേൾഡ് കൺട്രീസ് എന്തുകൊണ്ടാണ് അണ്ടർ ഡെവലപ്മെന്റ് ആയി പോയതെന്ന് വെച്ചാൽ, ഈ ഡിപ്പെൻഡൻസി തിയറി പറയുന്നത് ഈ ഒരു യൂറോപ്യൻ കൺട്രീസിന്റെ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിന്റെ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് മാത്രമാണ് ഈ ഒരു ഈസ്റ്റേൺ കൺട്രീസ് അണ്ടർ ഡെവലപ്ഡ് ആയി പോയത്. അല്ലാതെ ഈ ഒരു തേർഡ് വേൾഡ് കൺട്രീസിലെ ട്രഡീഷന്റെയോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഇന്റേണൽ കോൺഫ്ലിക്ട്സ് കൊണ്ടോ ഒന്നുമല്ല അവർ അണ്ടർ ഡെവലപ്ഡ് ആയി പോയത്. മറിച്ച് വെസ്റ്റേൺ കൺട്രീസ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആദ്യം കോളനീസ് ആയിരുന്നു. ആ കോളനീസ് ആയ സമയം മുതലേ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീടും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് തേർഡ് വേൾഡ് കൺട്രീസിനെ. ചെറിയ വിലക്ക് റോ മെറ്റീരിയൽസ് എടുത്തിട്ട് അവര് അവിടെ വലിയ റോ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കിയിട്ട് പിന്നെയും ഇവിടെ വിൽക്കുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഒപ്റ്റിമം ആയിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ റിസോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാരണവശാലാണ് ഈ ഒരു തേർഡ് വേൾഡ് കൺട്രീസ് ഇപ്പോഴും അണ്ടർ ഡെവലപ്പ് ആയിട്ട് നിൽക്കുന്നത്. ഡിപ്പെൻഡൻസി തിയറി പോയിന്റ് ഔട്ട് ദാറ്റ് they are underdeveloped because of the exploitation by the developed countries and not because of their culture or tradition. അതായത് നമ്മുടെ കൾച്ചറോ ട്രഡീഷനോ ഒന്നുകൊണ്ടും അല്ല നമ്മൾ അണ്ടർ ഡെവലപ്ഡ് ആയി പോയത്, മറിച്ച് ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസ് ആയ വെസ്റ്റേൺ കൺട്രീസിന്റെ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് മാത്രമാണ്. ഓക്കെ, അതാണ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത്. They criticize the view of Parson, Talcott Parson and Rostow on modernization theory. ഓക്കെ, അപ്പം പായ്സനെ റോസ്റ്റിനൊക്കെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ട് നമ്മൾ മോഡേണൈസേഷൻ തിയറി പഠിക്കും. The idea that the diffusion of capitalism promotes underdevelopment and not development in many parts of world was embodied in Andre Gunnar Frank's Capitalism and Underdevelopment in Latin America, Walter Rodney's How Europe Underdeveloped Africa and Malcolm Calvert's The Wealth of Some Nation. ഇതൊക്കെ കുറച്ച് മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. The idea that the diffusion of capitalismത്തിന്റെ സ്പ്രെഡ്
ക്യാപിറ്റലിസം സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടി, എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടി, തേർഡ് വേൾഡ് കൺട്രീസ് എപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടാണ് നിന്നത്. അതിനുള്ള കാരണം എന്താണ്? ഡെവലപ്ഡ് കൺട്രീസ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അതാണ് കോർ ആൻഡ് പെരിഫറി എന്ന് പറയുന്നത്. കോർ എന്ന് പറയുന്നത് വെസ്റ്റേൺ ബ്ലോക്ക് ആണ്, വെസ്റ്റേൺ കൺട്രീസ് ആണ് കോർ. ഈ പെരിഫറി എന്ന് പറയുന്നത് ഈസ്റ്റേൺ ബ്ലോക്ക്, അതായത് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യ പോലുള്ള രാജ്യങ്ങൾ. ഈ കോർ എപ്പോഴും എന്താക്കും? പെരിഫറീനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരിഫറിയിൽ നിന്ന് ചെറിയ വിലയ്ക്ക് റോ മെറ്റീരിയൽസ് കോറ് വാങ്ങും, എന്നിട്ട് അവിടെ ഫൈനൽ പ്രൊഡക്ട്സ് ആക്കിയിട്ട് പിന്നെയും പെരിഫറി ഈ ഒരു എന്താണ് പറയുക, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് വലിയ വിലയ്ക്ക് അവരുടെ ഫൈനൽ ഗുഡ്സ് വിൽക്കുകയും അങ്ങനെ ഇവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് കോർ ആൻഡ് പെരിഫറി എന്ന് പറയുന്നത്. ദ കോർപ്പറേറ്റിസ്റ്റ് അപ്രോച്ച് ക്രിട്ടിസൈസ് ഡെവലപ്മെന്റലിസം ഫോർ ഇറ്റ്സ് യൂറോ അമേരിക്കൻ എത്നോസെൻട്രിസം. അപ്പം ഇതൊക്കെയാണ് യൂറോസെൻട്രിക് അപ്രോച്ചിന് എതിരായിട്ട് വന്നിട്ടുള്ള എന്താണ് ചാലഞ്ചസ്, അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻസിയും അതുപോലെ തന്നെ കോർപ്പറേറ്റിസം. ദ 1980s, the return of the state. During the late 1970s and early 1980s, a number of theories and subject matters emerged into the field of comparative politics. 1970s-ലും 80s-ലും പല തിയറീസ്, നമ്പർ ഓഫ് തിയറീസ്, പുതിയ തിയറീസും സബ്ജക്ട് മാറ്റേഴ്സും ഒക്കെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയനിസം, അതായത് ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ പോലെയുള്ള. പിന്നെ ഇൻഡിജീനിയസ് കോൺസെപ്റ്റ് ഓഫ് ചേഞ്ച്, കൾച്ചർ പരമായിട്ടുള്ള കൾച്ചറൽ എന്താണ് അക്കോർഡിംഗ് ടു കൾച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ മെയിൻലി അവിടെ ബ്യൂറോക്രസി ഒന്നും ഉണ്ടാവില്ല. അവിടെ അവരുടെ കൾച്ചർ കാര്യങ്ങൾ പരമായിട്ടാണ്, ഗവൺമെന്റ് ഒന്നും ഉണ്ടാകത്തില്ല. കൾച്ചർ, ട്രഡീഷൻ, അതിലൂടെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. പിന്നെ ട്രാൻസിഷൻ ടു ഡെമോക്രസി, വേവ്സ് ഓഫ് ഡെമോക്രാറ്റൈസേഷൻ, അതായത് സാമുവൽ പി ഹണ്ടിങ്ടന്റെ വേവ്സ് ഓഫ് ഡെമോക്രാറ്റൈസേഷനെ പറ്റി പറയുന്നുണ്ട്. അതാണ് അതോറിറ്റേറിയനിസത്തിൽ നിന്ന് ഡെമോക്രസിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. ദ പൊളിറ്റിക്സ് ഓഫ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ്, നിയോ ലിബറലിസം ആൻഡ് പ്രൈവറ്റൈസേഷൻ, ഇതൊക്കെ 1980s എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. While some scholars saw these developments as undermining and breaking the unity of the field, which was being dominated by developmentalism, others saw them as adding healthy diversity, providing alternative approaches and covering new subject areas. അപ്പം ഇങ്ങനത്തെ പുതിയ തിയറീസ് വരുന്നതിനോടനുസരിച്ച് അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഒരു ഡെവലപ്മെന്റലിസം, മുന്നുണ്ടായിട്ടുള്ള എത്നോസെൻട്രിക്, യൂറോസെൻട്രിക് ആയിട്ടുള്ള ഡെവലപ്മെന്റലിസത്തിന് ഒരു പുതിയ ന്യൂ ആൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ആൽമോണ്ട് ആൻഡ് ഈസ്റ്റേൺ അഡ്വക്കേറ്റഡ് ഫോർ ദ റീപ്ലേസ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് എ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോർ സയന്റിഫിക് എൻക്വയറി. അപ്പം ആൽമണ്ടിന്റെയും ഈസ്റ്റേൺ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു സിസ്റ്റം തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതുപോലെ തന്നെ ആൽമണ്ട് ആൻഡ് പവല് സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പൊളിറ്റിക്കൽ സിസ്റ്റം, ഈ ഒരു സ്റ്റേറ്റിനെ മാറ്റിയിട്ട് പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരിക്കണം. പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് എടുക്കുന്ന ഡിസ്കഷൻസ്, അതിനുശേഷമാണ് ഔട്ട്പുട്ടിലേക്ക് പോവുക. അപ്പൊ അതിനെപ്പറ്റി ആയിരിക്കണം മെയിൻലി ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠിക്കേണ്ടത്. എന്നാൽ മാത്രമേ അവിടെ ഒരു സയന്റിഫിക് എൻക്വയറി നടക്കുള്ളൂ. ഈ ഒരു ഇവർ ഡിസൈൻ ചെയ്ത ഈ ഒരു എന്താണ് സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം ആയാലും അതുപോലെ തന്നെ ജനറൽ സിസ്റ്റം തിയറി ആയാലും വേൾഡ് വൈഡ് ആയിട്ട് അപ്ലിക്കബിൾ ആണ്. അല്ലെങ്കിൽ യൂറോപ്പിൽ മാത്രമല്ല അപ്ലിക്കബിൾ, എല്ലാ രാജ്യത്തിലേക്കും അപ്ലിക്കബിൾ ആണ്, യൂണിവേഴ്സൽ ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. The state gained attention in the 1960s and 70s in works on bureaucratic authoritarianism in Latin America, particularly in Argentina. അപ്പം 1960s-ലും 70s-ലും മെയിൻ ആയിട്ട് ബ്യൂറോക്രാറ്റിക് അതോറിറ്റേറിയനിസത്തിന് ഒരു ഇമ്പോർട്ടൻസ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് റാഫ് മിലിബൻസ് ബുക്ക് ദ സ്റ്റേറ്റ് ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഫർദർ എംഫസൈസ് ദ സ്റ്റേറ്റിനെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞൊരു ബുക്കാണ് റാഫ് മിലിബന്തിന്റെ ദ സ്റ്റേറ്റ് ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. അതിൽ സെർട്ടൈൻ എലമെന്റ്സിനെ പറ്റിയൊക്കെ റാഫ് മിലിബന്ത് പറയുന്നുണ്ട്. ഗവൺമെന്റ്, ബ്യൂറോക്രസി, അതുപോലെ തന്നെ മിലിറ്ററി, പോലീസ്, പിന്നെ വരുന്നതാണ് നമ്മുടെ ജുഡീഷ്യറിനെ പറ്റി പറയുന്നുണ്ട്, ലോക്കൽ ഗവർണൻസ്, പാർലമെന്റ്സ്, സ്റ്റേറ്റ് അസംബ്ലീസ്, അതിനെപ്പറ്റിയൊക്കെ റാഫ് മിലിബന്ത് ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് സ്റ്റേറ്റിനെ പറ്റി എംഫസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ സ്റ്റേറ്റിനെ പറ്റിയുള്ള പഠനം കൂടാൻ തുടങ്ങും. ഓക്കെ, ഇൻ ദ ലേറ്റ് 1970s attempts to restore focus on the state began with the publication of State Power Socialism by Nikos Polanza and bringing the state back in by political socialist. അപ്പം 1970s മെയിൻ ആയിട്ട്
സ്റ്റേറ്റിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ഇതിന്റെ മുന്നത്തെ നമ്മൾ പറഞ്ഞു അവിടുത്തെ എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹ്യൂമൻ ബിഹേവിയർ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിനെ പറ്റി പഠിക്കുക, പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ പറ്റി പഠിക്കുക. അപ്പം ഇത് പിന്നെയും സ്റ്റേറ്റിലേക്ക് റിവേർട്ട് ചെയ്തു പോവുകയാണ്. ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷണലിസത്തിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ്, സ്റ്റേറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റിലേക്ക് റിവേർട്ട് ചെയ്ത് പോവുകയാണ് എന്ന് വെച്ചിട്ട് പ്യുവർലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം പഠിക്കുന്ന ഒരു എറീനയായിട്ട് മാറുമല്ല, മറിച്ച് സ്റ്റേറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം മാറിയിട്ട് സ്റ്റേറ്റിലേക്ക് തന്നെ ഒരു കമ്പാരിറ്റീവ് മെത്തേഡ് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ഫേസ് ആണ് ദ ലേറ്റ് 20th സെഞ്ചുറി, ഗ്ലോബലൈസേഷൻ ആൻഡ് എമർജിംഗ് ട്രെൻഡ്സ്. അപ്പം ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വേൾഡ് എക്കണോമി സൃഷ്ടിക്കുന്നതാണ് ഗ്ലോബലൈസേഷൻ. ഒരു സ്ട്രീം ഓഫ് ക്യാപിറ്റലിസം എന്നൊക്കെ വേണം നമുക്ക് പറയാം. ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി എല്ലാ എക്കണോമിയും, എല്ലാ രാജ്യത്തിന്റെ എക്കണോമിയും കൂടി ഒരു ഒറ്റ എക്കണോമിയിലേക്ക് ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായി. ഒരു ഗ്ലോബൽ വേൾഡ് മാർക്കറ്റ് ആയിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ദ സ്കെയിലിംഗ് ഡൗൺ ഓഫ് സിസ്റ്റം. മച്ച് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ് in the period 1960s to 1980s can be seen as an ever-widening range of countries being included as cases with more variable being added to the model such as policy, ideology, governing experience and so on. അപ്പം 1960s-ലും 1980s-ലും ഒക്കെ ഇതിന് മുന്നേ ഉണ്ടായ യൂറോസെൻട്രിക് അപ്രോച്ച് അല്ലാതെ ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ പുതിയ കൺട്രീസിനെ പറ്റി കൂടുതലായിട്ട് അവിടുത്തെ കേസ് സ്റ്റഡീസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു റിസർച്ച് സ്കോളേഴ്സ് കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തിയിട്ടുണ്ടായി. അപ്പം കൂടുതലായിട്ടുള്ള വേരിയബിൾസ് ആയിട്ടുള്ള പോളിസീസ്, ഐഡിയോളജീസ്, ഗവേർണിംഗ് എക്സ്പീരിയൻസ്, അതിനെപ്പറ്റി ഒക്കെ ഈ ഒരു 1960s 80s-ലൊക്കെ റിസർച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഡീകൊളോണൈസേഷൻ ആണ് പ്രധാനമായിട്ടുള്ള കാരണം. അതുപോലെ ആഫ്രിക്കൻ കൺട്രീസും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസും ഏഷ്യൻ കൺട്രീസും ഒക്കെ ഫ്രീ ആയി. അതോടൊപ്പം അവരെ പറ്റിയും കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായി. With the 1980s, however, there has been a move away from general theory to emphasize on the relevance of context. അപ്പം 1980s മുതൽ അവിടെ ഒരു ലോ ഓഫ് സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പം നമുക്ക് എന്താണോ ആവശ്യം അതിനെപ്പറ്റിയായി പഠിക്കാൻ, അതിനെപ്പറ്റിയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തി ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് ആദ്യ കാലഘട്ടങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബിഹേവിയറലിസം ആയിക്കോട്ടെ, ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന കുറെ തിയറീസ് ഉണ്ടാവും, സയന്റിഫിക് തിയറീസ് ഉണ്ടാവും, അല്ലെ ഈ സിസ്റ്റം തിയറി, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം, അതൊക്കെ ഒരു ഗ്രാൻഡ് തിയറീസ് ആണ്, ആദ്യം ഉണ്ടായിട്ടുള്ള തിയറീസ് ആണ്. അത് എല്ലാവരിലേക്കും അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അത് ഒരു ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു തിയറിയാണ് അവിടെ. ഈ ഒരു 1980s എന്ന് പറയുന്നത് ഈ ഒരു തിയറി, ഈ ഒരു ആദ്യം ഉണ്ടായിട്ടുള്ള തിയറിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ എന്താണോ നടക്കുന്നത് അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. There has been a move away from general theory to emphasize on the relevance of the context. ഇപ്പം നടക്കുന്ന കണ്ടംപററി ഇഷ്യൂസിന് എന്തൊക്കെ സൊല്യൂഷൻസ് ആണോ വേണ്ടത് അതിനെ പറ്റിയുള്ള റിസർച്ച് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എമർജൻസ് ഓഫ് എ ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി. ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പം നമ്മുടെ രാജ്യത്തായാലും എവിടെയായാലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ എങ്ങനെ കേർബ് ചെയ്യാം, അതിനെ എങ്ങനെ കോപ്പ് ഡൗൺ ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് പോസ്റ്റ് ബിഹേവിയറലിസം, ആക്ഷൻ ആൻഡ് റിലവൻസ്, ക്രെഡോ ഓഫ് റിലവൻസ്. ഇപ്പൊ നമുക്ക് എന്താണ് ആവശ്യം അതിനെ പറ്റിയുള്ള റിസർച്ചുകൾ, അതാണ് വേണ്ടത്. അടുത്തതാണ് സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രറ്റൈസേഷൻ അപ്രോച്ച്. എൻഡ് ഓഫ് ഹിസ്റ്ററി തീസിസ് ബൈ ഫുക്കുയാമ ആഫ്റ്റർ ഡിസിന്റഗ്രേഷൻ ഓഫ് USSR. എൻഡ് ഓഫ് ഹിസ്റ്ററി തീസിസിനെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫുക്കുയാമേന്റെ ആണ് എൻഡ് ഓഫ് ഹിസ്റ്ററി തീസിസ്. ട്രയംഫ് ഓഫ് ലിബറൽ ഡെമോക്രസി ആസ് ദ ഫൈനൽ ഫോം ഓഫ് ഹ്യൂമൻ ഗവൺമെന്റ്. അതായത് ഫുക്കുയാമ എന്താണ് പറയുന്നത് വെച്ചാൽ ഈ ഒരു എൻഡ് ഓഫ് ഹിസ്റ്ററി തീസിസ് അദ്ദേഹം ഉണ്ടാക്കുന്നത് USSRന്റെ ഡിസിന്റഗ്രേഷനോട് അനുബന്ധിച്ചാണ്. അവിടെ ഇതിന് മുന്നേ 2 ബ്ലോക്സ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും. അപ്പൊ സോഷ്യലിസ്റ്റ് അവിടെ ഫെയിൽഡ് ആയി. ഫെയിൽഡ് ആയ സമയത്ത് അവിടെ ബാക്കി വന്നത്, റിമെയിൻ ആയിട്ട് വന്നത് ലിബറൽ ഡെമോക്രസിയാണ്. അപ്പം ഫുക്കുയാമയുടെ ഒപ്പീനിയനിൽ ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഹിസ്റ്ററി തീസിസ്. അതായത് ഇനിയൊരു വേറെ ഇതാണ് ഫൈനൽ ഫോം ഓഫ് ഗവൺമെന്റ്, ഈ ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു ടൈപ്പ് ഓഫ് ഗവൺമെന്റ് വരില്ല, ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻഷിയേഷൻ ഇനി ഉണ്ടാവില്ല, ഒരു ക്ലാഷ് അവിടെ ഉണ്ടാവില്ല എന്നാണ് ഫുക്കുയാമ പറയുന്നത്. പക്ഷെ ഈ ഒരു
എൻഡ് ഓഫ് ഹിസ്റ്ററി തീസസിന് എതിരായിട്ട് സാമുവൽ പി ഹണ്ടിങ്ടൺ ക്ലാഷ് ഓഫ് സിവിലൈസേഷനിലൂടെ ഫുക്കുയാമയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ, ഈ ഒരു ടു ബ്ലോക്സ് തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായല്ലോ, അത് ഐഡിയോളജിക്കൽ ബേസിസ് ആയിരുന്നു. അപ്പൊ ഫുക്കുയാമ പറയുന്നത് ഇനിയൊരു കോൺഫ്ലിക്ട് ഉണ്ടാവില്ല, കാരണം ഫൈനലി ജയിച്ച ഐഡിയോളജി എന്ന് പറയുന്നത് ലിബറൽ ഡെമോക്രസിയാണ്. അപ്പം ഹണ്ടിങ്ടൺ ഇതിനെതിരായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരിക്കലും ഐഡിയോളജി അല്ല കോൺഫ്ലിക്റ്റിന് കാരണം. മെയിൻ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിനുള്ള കാരണം എന്ന് വെച്ചാൽ സിവിലൈസേഷൻ ആണ്, റിലീജിയൻ ആണ്. അപ്പം ഇനിയും അവിടെ ക്ലാഷസ് ഉണ്ടാവും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും എന്ന് ആര് പറയുന്നുണ്ട്? നമ്മുടെ സാമുവൽ പി ഹണ്ടിങ്ടൺ പറയുന്നുണ്ട്. ഇൻ ദ ഏർലി 90s the idea of the end of history was coupled with another phenomenon of the 80s, ഗ്ലോബലൈസേഷൻ. അപ്പം ഈ 1990s ഈ ഒരു എൻഡ് ഓഫ് ഹിസ്റ്ററി തീസസ് ഒന്നുകൂടി സ്ട്രെങ്തൺ ആവാൻ തുടങ്ങി. കാരണം എന്താണ്? അത് ഗ്ലോബലൈസേഷന്റെ വരവാണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ക്യാപിറ്റലിസം ആണ്, ലിബറൽ ഡെമോക്രസിയാണ്, ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഈ ഒരു ഗ്ലോബലൈസേഷൻ കൂടി വന്നതോടുകൂടി ഫുക്കുയാമയുടെ തീസിസിന് കുറച്ചുകൂടി സ്ട്രെങ്തൺ ആയി. ഓക്കെ, Western liberal scholars suggested that economic advancement in industrial society resolved political problems. അപ്പം വെസ്റ്റേൺ ലിബറൽ സ്കോളേഴ്സ് ഓഫ് കോഴ്സ് അവരെ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ലിബറൽ ഡെമോക്രസിനെ ക്യാപിറ്റലിസത്തിനെ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവരെന്താണ് പറയുന്നത്? എക്കണോമിക് അഡ്വാൻസ്മെന്റ്, ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി പല രാജ്യങ്ങളുടെയും പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ മാറി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് അതിനൊക്കെ കാരണം എന്താണ്? ഗ്ലോബലൈസേഷനും ക്യാപിറ്റലിസം ഒക്കെ വന്നാൽ തന്നെ എല്ലാ സൊസൈറ്റിയും സ്റ്റേബിൾ ആവുന്നതാണ് ഈ വെസ്റ്റേൺ ലിബറൽ സ്കോളേഴ്സ് പറയുന്നത്. ഡാനിയൽ ബെൽ നോട്ടഡ് ആൻ ഐഡിയോളജിക്കൽ കോൺസെൻസസ് ഓവർ പൊളിറ്റിക്കൽ പ്രാക്ടീസ് ഇഷ്യൂ. അതായത് ഡാനിയൽ ബെൽ നോട്ടഡ് ആൻ ഐഡിയോളജിക്കൽ കോൺസെൻസ്. അതായത് ഐഡിയോളജിക്കൽ കോൺസെൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാപിറ്റലിസം, അതുപോലെ തന്നെ ലിബറലിസം, സോഷ്യലിസം, അതാണ് ഐഡിയോളജിക്കൽ കോൺസെൻസ് ഓവർ പൊളിറ്റിക്കൽ പ്രാക്ടീസ്. അപ്പോൾ അവിടെ ഒരു ഐഡിയോളജി വന്നു. ഇപ്പം മുന്നിൽ നിൽക്കുന്ന ഐഡിയോളജി ഏതാണ്? ലിബറൽ ഡെമോക്രസിയാണ്. ലിബറലിസം ആണ് മുന്നിൽ നിൽക്കുന്ന ഐഡിയോളജി. ലിബറലിസത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, ഒരിക്കലും പൊളിറ്റിക്കൽ പ്രാക്ടീസസിനല്ല. ഇവിടെ ഐഡിയോളജിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് സോഷ്യലിസം അവിടെ ഫെയിൽ ആയി പോയതും ലിബറലിസം അവിടെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നത്. ദ ഫോക്കൽ പോയിന്റ് ഓർ ദ സെന്റർ അറൌണ്ട് വിച്ച് ഇവന്റ്സ് മൂവ് വേൾഡ് വൈഡ് ഈസ് സ്റ്റിൽ വെസ്റ്റേൺ ക്യാപിറ്റലിസം. സ്റ്റിൽ വെസ്റ്റേൺ സെൻട്രിക് ആണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ലിബറലിസം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വെസ്റ്റേൺ ആണ്. ക്യാപിറ്റലിസത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഗ്ലോബലൈസേഷൻ ആയാലും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ദ അപ്രോച്ചസ് ദെൻ ഗിവൺ ഇമ്പോർട്ടൻസ് ടു സ്റ്റഡി ഓഫ് സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രറ്റൈസേഷൻ. പിന്നെ വരുന്ന അപ്രോച്ചസ് എന്ന് പറയുന്നത് മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുത്തത് സിവിൽ സൊസൈറ്റിയെയും അതുപോലെ തന്നെ ഡെമോക്രറ്റൈസേഷനെയും പറ്റി പഠിക്കാൻ ആണ് ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് 3 waves ഓഫ് ഡെമോക്രറ്റൈസേഷനെ പറ്റി സാമുവൽ പി ഹണ്ടിങ്ടൺ ഒക്കെ പറയുന്നുണ്ട്. അതില് ഫസ്റ്റ് വേവ്, അതുപോലെ തന്നെ ഫസ്റ്റ് റിവേഴ്സ് വേവ്, സെക്കൻഡ് റിവേഴ്സ് വേവ്, തേർഡ് വേവ്സ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ, അങ്ങനെ പല വേവ്സിനെ പറ്റി അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദർ ആർ ഓൺ വൺ ഹാൻഡ് സ്റ്റഡീസ് കൺഫോമിംഗ് ടു ദ കണ്ടംപററി ഇൻട്രസ്റ്റ് ഓഫ് വെസ്റ്റേൺ ക്യാപിറ്റലിസം സീക്കിംഗ് ടു ഡെവലപ്പ് മാർക്കറ്റ് ഡെമോക്രസി. അതായത് ഒരു വശത്ത് എന്താണ് ഈ ഒരു വെസ്റ്റേൺ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ടു ഡെവലപ്പ് മാർക്കറ്റ് ഡെമോക്രസിയാണ്. ദർ ആർ on one hand studies conforming to the contemporary interest of western capitalism seeking to develop market democracy. അപ്പം വെസ്റ്റേൺ ക്യാപിറ്റലിസം വന്നതോടുകൂടി അവിടെ ഒരു മാർക്കറ്റ് ഡെമോക്രസി ഡെവലപ്പ് ആവുക, അവിടെ ഒരു എക്കണോമിക്കൽ ബാരിയേഴ്സ് ഒക്കെ കുറഞ്ഞിട്ട് എക്കണോമിക്കലി സ്റ്റേബിൾ ആവുകയാണെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. അപ്പം പൊളിറ്റിക്കലി ആയാലും എക്കണോമിക്കലി ആയാലും ഈ ക്യാപിറ്റലിസം വന്നതോടുകൂടി, ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി എല്ലാ സൊസൈറ്റിയും സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്നാണ് ഒരു കൂട്ടം സ്റ്റഡീസ് പറയുന്നത്. There are also a number of studies which take into account the resurgence of people, movements seeking autonomy, right to indigenous culture, movements of tribes, Dalits, lower caste and the women's movement and the environment movement. മറുവശത്ത് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ക്യാപിറ്റലിസത്തിനായാലും ഗ്ലോബലൈസേഷൻ ആയാലും എല്ലാത്തിനും എതിരായിട്ടും ഒരു കൂട്ടം ജനത അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആവശ്യം എന്താണ്? അവർക്ക് ഇൻഡിജീനിയസ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ട്. അവരുടെ കൾച്ചർ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഈ ഒരു ഗ്ലോബലൈസേഷനും മോഡേണൈസേഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ, അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കൾച്ചറിനെ അത് ഇല്ലാതാക്കും. പിന്നെ അവരുടെ കൾച്ചറിനെ ഇൻഡിജീനിയസ് കൾച്ചർ ഇല്ലാതാക്കിയിട്ട് വെസ്റ്റേൺ കൾച്ചർ ഇവിടെ ഇംപ്ലാന്റ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് ഇൻഡിജീനിയസ് കൾച്ചറൽ മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്, ട്രൈബൽ മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദളിത്, ലോവർ കാസ്റ്റ്, ഇവരൊക്കെ
ഈ ഗ്ലോബലൈസേഷനെ ആയാലും ക്യാപിറ്റലിസത്തിനെ ആയാലും വെസ്റ്റേൺ ഐഡിയോളജീസിനെ ആയാലും എതിർത്തും വന്നിട്ടുണ്ട്. ഇപ്പൊ സപ്പോർട്ട് ചെയ്തിട്ടും എതിർത്തിട്ടും രണ്ട് രീതിയിലും ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതാണ് സിവിൽ സൊസൈറ്റിന്റെ കാര്യം പറയുന്നത്. കൺസേൺസ് വിത്ത് ഇഷ്യൂസ് ഓഫ് ഐഡന്റിറ്റി, എൻവയോൺമെന്റ്, എത്നിസിറ്റി, ജെൻഡർ, റേസ്, ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇതിനെതിരായിട്ട് വോയിസ് ഉയർത്തിയിട്ടുണ്ട്. എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ ഉണ്ടാവും, പിന്നെ ഐഡന്റിറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എത്നിസിറ്റി, നാറ്റീവ്സും പിന്നെ അതുപോലെ തന്നെ ഫോറിനേഴ്സും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും, എത്നിസിറ്റി ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും, റേസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. അതിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വോയിസ് ഒരു കൂട്ടം ജനത ഉയർത്തിയിട്ടുണ്ട് സിവിൽ സൊസൈറ്റി. അതാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഹാവ് പ്രൊവൈഡ് എ ന്യൂ ഡയമെൻഷൻ ടു കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ്. അപ്പം ഈ ഒരു ഐഡന്റിറ്റി ആയാലും എത്നിസിറ്റി ആയാലും ജെൻഡറും റേസും ഒക്കെ ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലേക്ക് ഇൻവോൾവ് ചെയ്യാണ്. അതിനുശേഷം ഇതിനെ പറ്റിയും പഠിക്കാൻ തുടങ്ങും. ഓക്കെ, ഇപ്പൊ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് വൈഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ടുള്ള സബ്ജക്ട് മാറ്റേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം നിങ്ങൾ. Hence, it can be said that there is no universal framework to be followed as the people, the civil society are different in nature. അതായത് വെസ്റ്റിൽ ഒരു സിവിലൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സിവിലൈസേഷൻ ഒരിക്കലും ആ വെസ്റ്റേൺ കൺട്രീസിന് ബാക്കിയുള്ള കൺട്രീസിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ആയാലും കൾച്ചർ ആയാലും ട്രഡീഷൻ ആയാലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് രണ്ട് കൺട്രീസിലേക്ക്. അപ്പം എല്ലാ കൺട്രീസിനെ പറ്റിയും പഠിക്കണം. എല്ലാ സൊസൈറ്റീസും ഡിഫറെന്റ് ആണ്. അവരുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യണം. ഒരിക്കലും ഇവിടെ ഒരു യൂണിവേഴ്സൽ ഫ്രെയിംവർക്ക് ഇല്ല. ഓക്കെ, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് ഡിഫ്യൂഷൻ. ഗ്ലോബലൈസേഷൻ ലീഡ്സ് ടു ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമുക്കറിയാം, അതായത് ICT-യിൽ വളരെയധികം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഗ്ലോബലൈസേഷൻ. This has made the production, collection and analysis of data easier and also assured their faster and wider diffusion worldwide. അപ്പം നമുക്ക് ഫിംഗർ ടിപ്സിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പേയ്മെന്റ്സ് ആയാലും ഓൺലൈനിൽ ചെയ്യാം. എന്തെങ്കിലും ഡാറ്റാസ് വേണമെങ്കിൽ സെർവറിൽ കൂടെ ഏത് സ്ഥലത്തിരിക്കുന്ന ആളായാലും ആക്സസ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഓരോ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിന്റെ ഒക്കെ ഡെവലപ്മെന്റോട് കൂടി എല്ലാ കാര്യങ്ങളും എളുപ്പമായി, എല്ലാ കാര്യങ്ങളും ഫാസ്റ്റർ ആയി, എല്ലാ കാര്യങ്ങളും ഈസിയർ ആയി. ഓക്കെ, എല്ലാ സ്ഥലത്തേക്കും എത്താനും തുടങ്ങി. ഇപ്പം ഈ ഒരു അമേരിക്കയിലുള്ള ഒരു വലിയ ഏതെങ്കിലും കമ്പനി ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഒരു നാട്ടും പുറത്ത് അതിന്റെ ഫ്രാഞ്ചൈസ് തുടങ്ങാൻ പറ്റും. അപ്പം വൈഡർ ഡിഫ്യൂഷൻ ആയി. അതാണ് ഗ്ലോബലൈസേഷന്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ ആണ് ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്, ഇറ്റ്സ് യൂട്ടിലിറ്റി. എന്താണ് അതിന്റെ യൂട്ടിലിറ്റി? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലൂടെ, കമ്പാരിറ്റീവ് മെത്തേഡിലൂടെ, കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ എന്താണ് നമുക്ക് ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നത്? The question of utility of comparative politics is concerned with its usefulness and relevance for enhancing our understanding of political reality. Through comparisonലൂടെ, കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലൂടെ പല രാജ്യങ്ങളിലെയും കമ്പയർ ചെയ്യുന്നതിലൂടെ അവിടുത്തെ പൊളിറ്റിക്കൽ ഫിനോമിനൻസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ പ്രോബ്ലംസ്, അതിന് വേണ്ടി അവരെടുത്ത സൊല്യൂഷൻസ് എല്ലാത്തിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചുറ്റിലും വേൾഡിൽ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. പൊളിറ്റിക്കൽ റിയാലിറ്റി നമുക്ക് മനസ്സിലാവും. അതിന് ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മറ്റുള്ള രാജ്യത്ത് നിന്നും അതിനു വേണ്ട പരിഹാരങ്ങളും നമുക്ക് ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ നേടിയെടുക്കാൻ പറ്റും. A comparative study ensures that all generalizations are based on the observation of more than one phenomenon. അതായത് എല്ലാ ജനറലൈസേഷനും അവസാനം എത്തുന്നത് ഒന്നിൽ കൂടുതൽ ഫിനോമിനേന ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ്. അരിസ്റ്റോട്ടിൽ 150-ൽ കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതിന് ശേഷമാണ് 6 ഫോംസ് ഓഫ് റെജീംസ് ജനറലൈസ് ചെയ്തിട്ട് 6 ഫോംസ് ഓഫ് റെജീംസ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് ധാരാളം കേസസിനെ പറ്റി പഠിച്ചിട്ട് മാത്രമാണ് ഒരു ജനറലൈസേഷനിലേക്ക് എത്തുന്നത്. പല പല ഫിനോമിനൻസിനെ പറ്റി പഠിക്കുന്നുണ്ട് അവർ. 1 or 2 അല്ല, 2-ൽ കൂടുതലും 100-ൽ കൂടുതലും കാര്യങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. ഓക്കെ, the broader the observed universe, the greater is the confidence in statement about relationship and sounder the theories. അപ്പം കൂടുതലായിട്ട് ബ്രോഡർ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഡീപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയുള്ള അറിവ് കൂടും. അറിവ് കൂടുന്ന സമയത്ത് നമുക്ക് അത് കൺവിൻസിങ് ആയിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിന് കുറച്ചുകൂടി ഉറപ്പുണ്ടാവും. ഒരിക്കലും നമ്മൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെന്ന് ഈ വേൾഡിന് തോന്നത്തില്ല. കാരണം നമ്മളെ പക്കല് വേണ്ട കൂടുതലായിട്ട് ഫാക്ട്സ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറീസ്, ഫാക്ട്സ്,
എവിഡൻസസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ മാത്രമാണ് ഒരു സൗണ്ട് തിയറി എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തിയറി ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്രത്തോളം നമ്മൾ കൂടുതലായിട്ട് രാജ്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നോ, ഫിനോമിനൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നോ, പൊളിറ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കുന്നോ, അത്രത്തോളം നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സും തിയറീസും സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങളും കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, എക്സാമിനായാലും നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ നല്ലതായിട്ട് ആണെങ്കിൽ നമുക്ക് എന്താ കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെയും പറയുന്നത്. കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ് ഈസ് ഹൗവർ നോട്ട് സിംപ്ലി അബൌട്ട് ഐഡന്റിഫൈങ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ഞാൻ ഈ യൂണിറ്റിന്റെ ഫസ്റ്റ് തൊട്ടേ പറയുന്നുണ്ട്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറോ അല്ലെ പ്രോസസ്സോ മാത്രമല്ല, but to ultimately study political phenomena in a larger framework of relationship. The most significant purpose of comparative politics is not simply to skeptical of others, but to question our own system and beliefs in the light of new evidences and arguments. ഇപ്പൊ ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലൂടെ നമ്മൾ നമ്മുടെ തന്നെ സിസ്റ്റംസിനെ, നമ്മളെ ബിലീഫ്സിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു റിഫോർമേഷൻ വേണോ? പണ്ട് കാലത്ത് സതി പോലെയുള്ള ക്രൂരമായിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടായിരുന്നു, മറ്റുള്ള രാജ്യങ്ങളിലൊന്നും ഇത് ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ വളരെ പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ ബിലീഫ് സിസ്റ്റത്തിനെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യണം, ഇത് ശരിയാണോ, അതിന് തക്കതായ എവിഡൻസോ ആർഗ്യുമെന്റ്സോ ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ ചോദ്യം ചെയ്യണം. അതിലൂടെയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ നമ്മുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അറിയണം. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാവുന്ന കറന്റ് പ്രോബ്ലംസിന്, കണ്ടംപററി പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എയിം അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് 1 എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാക്സിമം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. എക്സ്പ്ലെയിൻ ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്. ഈ ജസ്റ്റ് ഒരു ക്ലാസ് കണ്ടാൽ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമ്മൾ ഈ ഒരു എവല്യൂഷൻ കവർ ചെയ്തിട്ടുണ്ടായി. ഒറിജിൻ ചെയ്തത് അരിസ്റ്റോട്ടിൽ, മാക്കിയവെല്ലി, ലോക്ക് ഒറിജിൻ ചെയ്തത് തൊട്ട് ലേറ്റ് 19th സെഞ്ചുറിയും ഏർലി 20th സെഞ്ചുറി ഫേസും, പിന്നെ എന്താണ് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഫേസും, റിട്ടേൺ ഓഫ് ദ സ്റ്റേറ്റ്സും, 1960s 80s, അങ്ങനെ പല പല ഫേസ് കാലഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അപ്പം ജസ്റ്റ് ഈ ഒരു നോട്ട്സ് ഒക്കെ വായിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ലൊരു ആൻസർ എഴുതാൻ പറ്റും. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് റിലവൻസ് ഓഫ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ സ്കോപ്പും നേച്ചറും അതൊക്കെ കൂട്ടി നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും. എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സും ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ യൂട്ടിലിറ്റി എന്ന ലാസ്റ്റ് സെക്ഷനിലെ പോർഷൻ, അത് നമുക്ക് ഈ ഒരു ആൻസറിൽ മെയിൻ ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ്, റിലവൻസ്, അതിന്റെ ചെറിയൊരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷനും ഇതിൽ നമ്മൾ ബോഡി തയ്യാറാക്കുമ്പോൾ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിലും നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാം ഈ ഒരു എന്താ പറയുക, ഈ ഒരു യൂണിറ്റ് എന്ന് ചോദിക്കുമ്പോൾ മെയിൻലി ഇൻട്രൊഡക്ഷൻ ഒക്കെ സിമിലർ ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കവർ ചെയ്യുന്ന വിധത്തില് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യമേ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനും, ഈ ഒരു യൂണിറ്റിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എന്നിട്ട് ഒരു നല്ലൊരു ബോഡി തയ്യാറാക്കുക, ക്വസ്റ്റ്യന് ആപ്റ്റ് ആയിട്ടുള്ള ബോഡി തയ്യാറാക്കണം. എന്നിട്ട് അതിനോട് നീതി പുലർത്തുന്ന ഒരു നമ്മുടെ ഒരു നല്ലൊരു കൺക്ലൂഷനിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് നമ്പർ 1 കാര്യങ്ങൾ എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള യൂണിറ്റ്സും കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.